ഇതെന്താ പുറത്ത് കനത്ത മഴയാണല്ലോ, ഇടി വെട്ടി മഴ വീണുണ്ട്. എന്നാലും ക്ലൈമറ്റ് പെട്ടെന്ന് ഇങ്ങനെ മാറി. നേരത്തെ വെയിലായിരുന്നല്ലോ, മഴയുടെ ഒരു ലക്ഷണമില്ല. നല്ല ആ കരണ്ടും പോയാ രസാന്ന് പറയാനുള്ളൂ, അപ്പോഴത്തേക്കും രസം പോയി. കരയണ സൗണ്ടാ. ചിഞ്ചാനെ എന്താ ഫ്രാങ്ക്ലിൻ പറഞ്ഞ മിണ്ടാണ് കിടക്കാൻ, എന്നിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീയാണോ കരയണത്? ഫ്രാങ്ക്ലിൻ കരയണ ഞാനൊന്നുമല്ല. നീ അല്ലേ ചിഞ്ചാനെ? പക്ഷെ ഒരു കൊച്ചിന്റെ കരച്ചിന്റെ ഇട്ടത്ത് പോയി നോക്കിയ കുഴപ്പമില്ല, ഈ വഴി കൂടി പോവാ. അപ്പൊ നിലാവട്ടത്ത് കുറച്ചും കൂടി കാണാൻ പറ്റൂലോ. എഴുന്നേക്കടാ, ഇത് മേളിൽ തന്നെ. അതെ മേളിൽ തന്നെ കേൾക്കണത്. ഞാനൊന്ന് ഒരു ധൈര്യത്തിന്. ഫ്രാങ്ക്ലിൻ ഉറങ്ങാൻ വേണ്ടി സമ്മതിക്കില്ല. ഫ്രാങ്ക്ലിൻ ആ കരച്ചിൽ വല്ല പ്രേതവും പിശാചൊക്കെ ആണെങ്കിലോ? പ്രേതം വിശ്വാസമോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലേ. എടാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒച്ച കേട്ട് നമ്മൾ പോയി നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇല്ലെങ്കിൽ നാളെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തല തന്നെ വരും. നീ വന്നേ, പോയി നോക്കാൻ എന്താ സംഭവം. ഫ്രാങ്ക്ലിൻ ഈ മഴയുള്ളപ്പോ തന്നെ ശരി ഞാൻ വരാം. അപ്പുറത്ത് ഭയങ്കര ഇരുട്ടത്ത് ആരായാലും ഒന്ന് പേടിക്കും. ലോസ് ആൻഡോസിലെ കറണ്ട് ഇല്ലെന്ന് തോന്നുന്നുട്ടാ. നമ്മുടെ വീട്ടിലെ ചോപ്പ് എന്താ ഇങ്ങനെ എന്തെങ്കിലും ഒച്ച വെക്കുമ്പോ അവനല്ലേ ആദ്യം അറിയേണ്ടത്. അവനിവിടെ ഇല്ലേ? ചുമ്മാതല്ല ആ കരച്ചില്, അതിപ്പോ കേൾക്കാനില്ലല്ലോ. പക്ഷെ ഈ മേളിൽ നിങ്ങളുടെ കേട്ടത് അത് പോയി. കരച്ചില് പിന്നെ മാത്രം അതിനകത്ത് കൂടി കഴിഞ്ഞു. നമ്മള് ഫ്രണ്ടിലേക്ക് പോകാൻ തോറും അതിന്റെ ഒച്ച കൂടുന്നുണ്ട്. പക്ഷേ ഇവിടെയെങ്കിലും ഒന്നും കാണാനില്ലല്ലോ. ഹലോ, ആരാ കരയണേ? ഫ്രാങ്ക്ലിൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തോന്നിയതാന്ന്. ഇപ്പൊ കണ്ട ഒച്ച ഇല്ലല്ലോ. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശരിയാ, ഒച്ച പോയി. പക്ഷെ രണ്ടുപേർക്കും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് തോന്നുന്നത്? തോന്നല ഒരാൾക്ക് മാത്രമല്ലേ ഒരു ഉള്ളൂ. ഇതിലെന്തോ ഉണ്ടോ? മഴയാണെങ്കിൽ നിൽക്കുന്നില്ല. മഴ അവിടെ ഒരു കൊച്ച് കിടക്കുന്ന പോലെ ഇല്ലേ? അതേടാ, ഈ കൊച്ച കരഞ്ഞെന്ന് തോന്നുന്നു. മോനെ, നീ എന്താ തോന്നണേ? എന്തായാലും ജീവനുണ്ട്, കാരണം ബോഡി അനക്കുന്നുണ്ട്. എന്താ പ്രേതം? അയ്യോ, പേടിച്ചു പോയാലോ? കരണ്ട് വന്നായിരുന്ന വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അപ്പൊ കുറച്ചു മുമ്പ് പ്രേതമൊന്നുമില്ല, പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ പെട്ടെന്ന് കണ്ട് ആരായാലും പേടിച്ചു പോയില്ലടാ. അതൊക്കെ വേണ്ടി കൊച്ചിനോട് ചോദിക്കട്ടെ, ഈ കൊച്ചിങ്ങനെ ഇവിടെ എത്തി? മോനെ, എന്താ നിന്റെ പേര്? നീ എങ്ങനെ ഇവിടെ എത്തി? നിന്റെ അച്ഛനും അമ്മ എന്തി? കരല്ലേ ചേട്ടാ, ഞാനെന്ത് മടറാ ഈ കൊച്ചിനെ കണ്ടി. കൊച്ചിന് സംസാരിക്കാനുള്ള പ്രായമാകാത്ത കൊച്ചിനെ പോലെ ഉണ്ട്. ഈ കൊച്ചിന്റെ അച്ഛനും അമ്മ എന്തി? അത് ഞാൻ എങ്ങനെ അറിയാണോ ചിഞ്ചാനെ? അതന്നെയല്ലേ ഞാനും ആലോചിക്കുന്നത്. ഇത് നടക്കാറായ കൊച്ചിനെ പോലെ തോന്നുന്നില്ല. ആരോ വെച്ചിട്ട് പോയാന്നാ തോന്നണേ. ഇവിടെ അടുത്തൊന്നും ആരെയും കാണാനില്ലല്ലോ. സിനിമയിലൊക്കെ ഇതുപോലെ കുട്ടികൾ ഓരോ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ആരോ വെച്ചിട്ട് പോയാന്ന് തോന്നണം. കാരണം കറക്റ്റ് ഡോറിന്റെ അടിയിൽ തന്നെ കൊണ്ട് വെച്ചേക്കണമെങ്കിൽ ആരോ കുട്ടീനെ ഉപേക്ഷിച്ചത് തന്നെയാണ്. എന്തായാലും ഇവിടെ വെച്ചാൾ സ്ഥലം വിട്ടിട്ടുണ്ടെന്ന് തോന്നണം. കാരണം ഈ കൊച്ചിന്റെ കരച്ചിൽ കുറച്ച് നേരമായിട്ട് നമ്മൾ കേൾക്കണില്ലേ? അപ്പൊ അത്ര നേരം തൊട്ട് വിട്ടിരിക്കണേ. ഈ കൊച്ചിനെ നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ വല്ല അനാഥത്തിൽ ഏൽപ്പിക്കേണ്ടി വരൂടാ. പക്ഷെ അതിനു മുമ്പ് ഈ മഴ ഫുള്ളി കൊച്ചു കൊണ്ടോണ്ടിരിക്കുക. ആ കൊച്ചിനെ എടുക്ക് ചിഞ്ചനെ, വാടാ. മഴ തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ആരാണാവോ ഈ പാവം കുട്ടീനെ ഈ മഴയത്ത് ഇവിടെ കൊണ്ട് ഇട്ട് പോയത്? അവർക്ക് കണ്ടിച്ചോലില്ലെന്നും പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മുടെ ആരും അല്ലേലും നമുക്കൊരു മനുഷ്യത്വം ഉണ്ടല്ലോ. ഈ കൊച്ചിനെ തൽക്കാലം നമ്മുടെ ബെഡിൽ കൊണ്ട കിടത്താം. മഴ തന്നെ അത് സേഫ് ആയിട്ട്. ഓൾറൈറ്റ്, കൊച്ചു സേഫ് ആയിട്ടുണ്ട്. എന്നാലും എന്റെ ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കൊച്ചിനെ ആ മഴയത്ത് കിടത്തിട്ട് പോകണമെങ്കിൽ നമുക്കറിയാത്ത എന്തോ ഒരു കാരണം ചിലപ്പോൾ ഇതിന്റെ പുറകിലുണ്ടാവും. പാർട്ട് 2 എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പാർട്ട് 2 കാണാം.